പിന്നെ സ്കൂൾ പ്രവൃത്തി സമയങ്ങളിൽ ഈ വലിയ വാഹനങ്ങളുടെ സ്പീഡ് ലിമിറ്റ് കൺട്രോൾ ചെയ്യുക, ഭാരവാഹനങ്ങളെ തടയുക, ഇങ്ങനൊരു പദ്ധതിയെക്കുറിച്ച് സാറിന് പറയാമോ? അല്ല, അത് നമുക്ക് നേരത്തെ തന്നെ ഒരു നിയമം ഉണ്ടെങ്കിലും ഭാരവാഹനങ്ങൾ സ്കൂൾ ടൈമുകളിൽ കയറി വരികയും അതുകൊണ്ട് നിരവധി അക്രമങ്ങൾ. കഴിഞ്ഞ ദിവസം 11 വയസ്സുകായ ഒരു ആ, പെൺകുട്ടി മരണപ്പെട്ട്, ടിപ്പർ ലോറി ഇടിച്ച് മറ്റൊരു പുരുഷൻ മരണപ്പെട്ടു. ഇന്നലെ കഴിഞ്ഞ സംഭവങ്ങളാണ്. അങ്ങനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്തിന് ആവശ്യമായ ഭാരവാഹനങ്ങൾ പോകാൻ ട്രാക്കില്ല. അതേപോലെ പാസഞ്ചർ വാഹനങ്ങൾ പോകാൻ പ്രത്യേകം ട്രാക്കില്ല. നമുക്ക് ആ കൂടെയുള്ള ഈ ട്രാക്കിൽ അപ്പ് ആൻഡ് ഡൗൺ 2 വേ മാത്രമേ ഉള്ളൂ. അത് ഹൈവേയിൽ. കുഗ്രാമങ്ങളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട്. ആ സ്ഥാപനങ്ങളിലേക്ക് കാൽനടയായിട്ടും 2 വീലറിലും എത്തപ്പെടുന്ന കുട്ടികൾക്ക് യാതൊരു സുരക്ഷിതവുമില്ല. അതുകൊണ്ട് വാഹനങ്ങളെ എല്ലാം തന്നെ, ചെറുതും വലുതുമായ എല്ലാ ഭാരവാഹനങ്ങളും സ്കൂൾ ടൈമുകളിൽ നിരോധിക്കണം. അതിൻ്റെ ഓട്ടം നിരോധിക്കണം. അതായത് രാവിലെ 8 മുതൽ 9 മണി വരെയുള്ള സമയങ്ങളും വൈകിട്ട് 3 മുതൽ 5 വരെയുള്ള സമയങ്ങളും നിരോധിക്കണമെന്നാണ് ഹ്യൂമൻ റൈറ്റ്സ് ഫോറം ആവശ്യപ്പെടുന്നത്. ഇപ്പോൾ നമ്മളുടെ സർക്കാർ ഒരു പുതിയ സർക്കാരാണ്. ഇപ്പോൾ 2ാം മാസത്തിലേക്ക് കടക്കുന്നു ഭരണം ഏറ്റെടുത്തിട്ട്. പക്ഷേ ഈ കഴിഞ്ഞ 10 വർഷങ്ങളിൽ നമ്മളുടെ നിയമസഭകൾ പ്രവർത്തനമായിരുന്നു എങ്ങനെയായിരുന്നു? നിയമസഭകളെ കുറിച്ചുള്ള ഒരു അഭിപ്രായം. നിയമസഭകൾ ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞാണ്. ആ ചോദ്യത്തിന് വലിയ പ്രസക്തി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അവർ സ്വയം സേവകരായ ജനാധിപത്യ സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തണമെന്നുള്ള ലക്ഷ്യത്തിൽ കൂടിയല്ല അവരുടെ മൂവ്മെൻറ്റ്. അതുകൊണ്ട് തന്നെ പല ഭരണകർത്താക്കളും അധികാരം കിട്ടുന്ന 1 വർഷക്കാലം നന്നായി പോവുകയും 4 വർഷക്കാലം അവർക്കിഷ്ടം പോലെ പോവുകയും ചെയ്യുന്ന അവസ്ഥയാണ് ഉള്ളത്. എങ്കിലും നമുക്ക് കേരളത്തിന് യാതൊരുവിധ മെച്ചങ്ങളും നേട്ടങ്ങളും പൗരജനങ്ങൾക്ക് ഒരു പ്രത്യേകമായ എടുത്തു പറയത്തക്ക നേട്ടങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ ചെയ്യുന്ന ഒരു NHഉം അതുപോലെ തന്നെ നമ്മുടെ ഈ പ്രദേശങ്ങളിൽ കൂടുന്ന കുണ്ടും കുഴിയും നിറഞ്ഞ ഒരു ടാറും വേവർ പോലും ഉപയോഗിക്കാതെ ഒരു ഗർഭിണിയെ പോലും കൊണ്ടുപോയാൽ വാഹനത്തിൽ പ്രസവിക്കുന്ന അവസ്ഥയിലുള്ള റോഡും, പാലത്തിനടുത്ത് വരുമ്പോൾ എടുത്തു ചാടുന്ന ഹമ്പും ഗട്ടറുകളും കൊണ്ട് കേരളം വികൃതമാണ്. ഇന്ത്യയിൽ എല്ലായിടത്തും ഈ സ്ഥിതി ഉണ്ട്. അതുകൊണ്ട് തന്നെ സർക്കാരുകൾക്ക് ഒരു ഇമേജും ഇല്ല. സർക്കാരുകൾ ജനകീയമാകാൻ വേണ്ടി പൊതുജനങ്ങൾ രംഗത്തേക്ക് ഇറങ്ങണം. ഓരോ കാര്യങ്ങളും താങ്കളുടെ ചോദ്യം പോലെ തന്നെ എടുത്ത് ചോദിക്കാൻ തയ്യാറാകുന്ന മാധ്യമപ്രവർത്തനം ഉണ്ടാകണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാറുള്ളത്. കേരളത്തിൽ ഇന്ന് 2ാമത്തെ വലിയൊരു വിപത്തായി മാറുന്ന ഒരു കാര്യത്തെക്കുറിച്ച് ഞാൻ സംസാരിക്കാം. 2ാമത്തെന്ന് പറയാനുള്ള കാരണം നമുക്ക് സംസാരിച്ച് വരുമ്പോൾ അത് സാറിന് മനസ്സിലാവും അത് എന്തുകൊണ്ടാണ് 2ാമത്തേന്ന് ഞാൻ പറയുന്നത്. അതായത് അവയവ കച്ചവടം. ഈ അവയവ കച്ചവടം എന്ന് കേരളത്തിൽ മൊത്തത്തിൽ നടക്കുന്നുണ്ടെങ്കിലും നമ്മൾ അറിയുന്നത് വളരെ ചുരുക്കം ചില കാര്യങ്ങളാണ്. അപ്പോൾ അതിനെക്കുറിച്ച് സാറിന് പറയാം. അത് നമുക്കെല്ലാവർക്കും അറിയാവുന്നൊരു കാര്യം തന്നെയാണ്. അതായത് അവയവ കച്ചവടം സാമ്പത്തിക ലക്ഷ്യത്തിനല്ല നടക്കുന്നത്. യഥാർത്ഥത്തിൽ സാമ്പത്തിക ലക്ഷ്യത്തിന് സമ്മർദ്ദം ചെലുത്തുന്നത് ഒരു സഡൻ ഡെത്ത് സംഭവിക്കും എന്നുള്ള ഭീതി ഉണ്ടാക്കി ആ പേഷ്യൻ്റെ അവയവങ്ങൾ എടുക്കാൻ ചില ഡോക്ടർമാർ വരെയും അതുപോലെ തന്നെ ചില ഏജൻസികളും മാഫിയ സംഘങ്ങളും പ്രവർത്തിക്കുന്നതായിട്ടാണ് ഞങ്ങൾക്ക് തോന്നിയിട്ടുള്ളത്. അതനുസരിച്ച് ഞങ്ങൾ പരാതി നൽകിയിട്ടുണ്ട്. സ്വമേധയാൽ ഒരവസ്ഥയിൽ ഒരു അവസ്ഥ അവയവം മാറ്റണം എന്ന് താല്പര്യമുള്ളവർ ഈ മരണത്തോട് മല്ലിടുന്നവരാണ്. ആ മരണത്തോട് മല്ലിടുന്നവരെ പ്രചോദിപ്പിച്ച് അതല്ലെങ്കിൽ ഏജൻസികൾ വന്ന് അവരെ സമ്മർദ്ദം ചെലുത്തി അവർക്ക് കുറച്ച് പണം വാങ്ങിച്ചു കൊടുത്ത് ബാക്കിയെല്ലാം ഇവരെല്ലാം പിൻവാതിലിലൂടെ വലിയ സമ്പന്നരാകുകയാണ്. അതാണ് ഇവിടെ നടന്നുണ്ടെങ്കിൽ ഏതൊക്കെ അവയവ ദാനം മഹാദാനമാണെങ്കിലും അതിൻ്റെ ദുർവിനിയോഗം വളരെ വ്യക്തമായി നടന്നു വരികയാണ്. അതുകൊണ്ട് തന്നെ അവയവദാനം സ്വന്തം താല്പര്യപ്രകാരം അല്ലാതെ
ചെയ്യരുത്, അതിനുള്ള വിറ്റ്നസ് കൂടി ഇപ്പോൾ 2 വിറ്റ്നസ് ഉണ്ടെങ്കിൽ മാറ്റാമെന്നാണ്. അത് മതിയാവില്ല. ആ ബന്ധുക്കളായവരും ആ പരിസരത്തുള്ളവരും ആ വാർഡ് കൗൺസിലറും അവിടുത്തെ MLAയും കൂടി ഒപ്പിട്ടാൽ മാത്രമേ അവയവദാനത്തിൻ്റെ ഒരു ഭാഗം ചെയ്യാൻ ആ എഗ്രിമെൻറ്റ് ചെയ്യാൻ കഴിയുള്ളൂ. അത്തരത്തിലേക്ക് നിയമത്തെ കർശനമാക്കണം. നിയമം കർശനമായാലും കൂടുതൽ ആൾക്കാരത് വിറ്റ്നസ്സായി ഒപ്പിടേണ്ടി വരികയും ചെയ്യുന്ന അവസ്ഥയിൽ മാഫിയയുള്ള ആ തള്ളിക്കയറ്റം കുറച്ച് കുറക്കാൻ നമുക്ക് കഴിയും. സാത്താൻ പിടിമുറുക്കിയതുപോലെ ഇന്ന് നമ്മുടെ നാടിനെ മൊത്തത്തിൽ വിഴുങ്ങിയിരിക്കുന്ന ഒന്നാമത്തെ പ്രശ്നം, ഇതാണ് ഇപ്പോൾ ഞാൻ പറയാൻ പോകുന്നത്. അതാണ് മറ്റത് ഞാൻ രണ്ടാമത്തെ പ്രശ്നം എന്ന് പറയുന്നത്, MDMA മയക്കുമരുന്ന്. ഇന്ന് നമ്മുടെ പുതുതലമുറകളെ മൊത്തത്തിൽ കീഴ്പ്പെടുത്താനുള്ളൊരു ശക്തി അതിനുണ്ട്. അപ്പോൾ ഇപ്പോഴത്തെ പുതിയ സർക്കാർ കയറിയിട്ട് ഏറെക്കുറെയൊക്കെ അവർ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്, വളരെ സന്തോഷമായിട്ടുള്ള കാര്യം. പക്ഷേ എങ്കിലും നമുക്കറിയാവുന്നവരും നമ്മുടെ ചുറ്റുവട്ടത്തുള്ള സ്കൂളുകളിലും കോളേജുകളിലും ഇത് അമിതമായി ഉപയോഗിക്കുന്നത് കണ്ടിട്ട് നമുക്ക് ഒന്നും ചെയ്യാൻ കഴിയാത്ത കുറേ വർഷങ്ങൾ നമ്മുടെ മുന്നിലുണ്ടായിരുന്നു. ഇപ്പോൾ അങ്ങനെയല്ല, സ്ഥിതി മാറി. പക്ഷേ ഹ്യൂമൻ റൈറ്റ്സ് ഫോറംസ് എന്ന സംഘടനയെ സംബന്ധിച്ചിടത്തോളം അതിനെതിരെ എന്തൊക്കെയാണ് നമുക്ക് ചെയ്യാൻ കഴിയുക? ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. പോസ്റ്റർ നമ്മളെ ലഹരിക്കെതിരെ സേ നോ ടു ഡ്രഗ്സ് എന്ന സന്ദേശങ്ങൾ അടങ്ങിയ ഏതാണ്ട് 10,000-ൽ പരം ബാനറുകൾ നമ്മുടെ എറണാകുളം ജില്ലയിൽ മുഖ്യമായും മറ്റ് ജില്ലകളിൽ ഭാഗികമായും ഒക്കെ സ്ഥാപിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ ആ സ്കൂളിലെ കുട്ടി ഒരു ലഹരി ഉപയോഗം നടത്തുന്നു എന്ന് സഹപാഠികൾക്ക് തിരിച്ചറിയാൻ കഴിയും. അതിനാൽ തന്നെ ഞാൻ ഒരു രഹസ്യ പരാതിപ്പെട്ടി സ്ഥാപിക്കുകയും ചെയ്തിട്ടുണ്ട്. പല സ്കൂളുകളിൽ, സുഭാഷ് പാർക്കിൽ, കൊച്ചിൻ കോർപ്പറേഷൻ ഓഫീസിൽ, അല്ലമീൻ പബ്ലിക് സ്കൂളിൽ, നിരവധിയായ സ്ഥലങ്ങളിലൊക്കെ ആ ബോക്സ് ഞങ്ങളുടെ ചെലവിൽ സൃഷ്ടിക്കുകയും ആ ബോക്സിൽ നമ്മൾ ഈ സന്ദേശം എഴുതുകയും ആ സന്ദേശത്തിൽ ആരെങ്കിലും ഉപയോഗിക്കുന്നതായിട്ട് കണ്ടാൽ ആ ബോക്സിലിടുന്ന പരാതിക്കാരൻ്റെ പേര് എഴുതാതെ ആ ബോക്സിൽ ഇന്ന ആൾ അല്ലെങ്കിൽ ഇന്ന സമയത്ത് സംശയം തോന്നുന്ന ആൾക്കാരുടെ സഞ്ചാരം വരെയും രേഖപ്പെടുത്തി ആ ബോക്സിലിട്ടാൽ അത് ഒരാഴ്ചക്കുള്ളിൽ അവിടുത്തെ പ്രിൻസിപ്പളോ അധികാരികളോ അത് എടുക്കുകയും അത് ആവശ്യമായ സോർട്ട് ഔട്ട് ചെയ്ത് അതിനെ ഓരോ വിഭാഗങ്ങൾക്ക് അയച്ചു കൊടുത്ത് നടപടികൾ സ്വീകരിക്കണം എന്നുള്ളതിനെ പറ്റി ഞങ്ങൾ സജീവമായി പ്രവർത്തിക്കുകയും 2021, 2022, 2023 അതിൻ്റെ പ്രവർത്തനത്തിൽ സജീവമായിരുന്നു. ഇപ്പോൾ നടക്കുന്ന ഓപ്പറേഷൻ തൂഫാൻ എന്ന് പറയുന്നത് നല്ലൊരു പേരാണ്. അപ്പോൾ കേൾക്കാൻ സുഖമുണ്ട്. പക്ഷേ ഇത് ഈ ഒരു വർഷം കൊണ്ട് നിന്നു പോകുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം എനിക്കില്ല. ഒന്ന്, ഇതുപോലെ തന്നെ ഇന്നത്തെ ആഭ്യന്തരമന്ത്രിയായിരുന്ന രമേശ് ചെന്നിത്തല തന്നെ മുൻ ഭരണസമയത്ത് കുബേര കൊണ്ടുവന്നു. അത് പലിശക്കാരെ, തമിഴ്നാടുകാരും അവരൊക്കെ വട്ടിപ്പലിശക്കാർക്ക് പണം കൊടുത്ത് ജനങ്ങളെ പിഴിയുന്നു. വളരെ നല്ല ഒരു വിജയമായിരുന്നു അതിൻ്റെ തുടക്കം. ശേഷം അത് താഴോട്ട് പോവുകയാണ് ചെയ്തു. അതേപോലെ തന്നെ ഇപ്പോൾ ഈ ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിൽ ഈ പോലീസ് വിഭാഗം സജീവമായി പങ്കെടുക്കുന്നു എന്നുള്ളത് തന്നെ നമുക്കൊരു സന്തോഷവും സംതൃപ്തിയും നേരുന്നുണ്ട്. പോലീസിൽ തന്നെ മയക്കുമരുന്ന് കച്ചവടം ചെയ്യുന്നവരുണ്ടെന്നുള്ളതാണ് സത്യം. അതെ, ഇതിനു മുൻപും നമുക്ക് അനുഭവം ഉണ്ടായി. നമ്മുടെ പേരിൽ അത്തരം നമ്മൾ നടപടികൾ എടുത്തപ്പോൾ നമ്മുടെ പേരിൽ ക്രിമിനൽ കേസ് ചാർജ് ചെയ്യുകയാണ് ചെയ്തത്. എന്നിട്ട് നമുക്കെതിരെ കോടതിയിൽ കേസ് വരികയും കോടതിയുടെ അവസരോചിതമായ ഇടപെടലും ഞങ്ങളുടെ 1,00,000-ൽ പരം രൂപ അതിനുവേണ്ടി നമ്മൾ കൊടുത്ത് ആ ജാമ്യമില്ലാത്തതിൽ നിന്നും ജാമ്യം കിട്ടാവുന്ന നിലയിലേക്ക് എത്തിച്ച് വിട്ടുവയ്ക്കുകയും ചെയ്തു. അപ്പോൾ ഒരു മനുഷ്യൻ എന്തെങ്കിലും ജനസേവനം ചെയ്യാമെന്ന് വെച്ചാൽ അവരെ ഒളിഞ്ഞിരുന്ന് ആക്രമിക്കപ്പെടുന്ന പോലീസ് വിഭാഗവും രാഷ്ട്രീയക്കാരും ഇവിടെ പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായി എങ്ങനെ ഒരു സന്നദ്ധ സേവകർ മുന്നോട്ട് പോകും? ഇപ്പോഴത്തെ ആഭ്യന്തരമന്ത്രി പറഞ്ഞേക്കുന്നത് ഇതൊരിക്കലും നിർത്തില്ല. കാര്യം ഇതിനകത്ത് പോലീസുകാരുണ്ടെങ്കിലും നിയമപാലകർ ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിലും തക്കതായ ശിക്ഷ നൽകിയിരിക്കും എന്നാണ് പുള്ളി പറഞ്ഞേക്കുന്നത്. നല്ലത് തന്നെ. പക്ഷെ അതൊന്നും അത്ര പ്രാവർത്തികമാകില്ല. ഈ ആദ്യത്തെ മുന്നേറ്റം പിന്നീട് ഉണ്ടാകണമെങ്കിൽ അതിൻ്റെ ബാക്കപ്പും അതിൻ്റെ റിസൾട്ടും അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റും പരിശോധിക്കപ്പെടണം. മാത്രവുമല്ല അവർക്ക് വേറെ ഉദ്യോഗസ്ഥരെ ചുമതലപ്പെടുത്തണം.
നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വർഷം കഴിയുമ്പോൾ മാറ്റണം. പുതിയ ആൾക്കാർ വരുമ്പോൾ കൂടുതൽ ആവേശമായി ഇത് കണ്ടെത്താനും അതുപോലെ കുറ്റക്കാരെ ശിക്ഷിക്കാനുമുള്ള നടപടികളിലേക്ക് അവർക്ക് വ്യാപൃതരാകും. നേരെ മറിച്ച് ഒരേ തസ്തികയിൽ തന്നെ തുടരുന്ന ഒരാൾക്ക് തീർച്ചയായിട്ടും പിന്നീട് മാറ്റങ്ങൾ വരും. ഈ ലഹരി മാഫിയക്കാർ സ്വാധീനപ്പെടുത്തും. അതുപോലെ തന്നെ പലർക്കും അനുകൂലമായൊരു വിധി അവരിൽ നിന്നുണ്ടാകും. അതിന് പകരം പുതിയ പോലീസിനെ കണ്ടെത്താനുള്ള ശ്രമങ്ങളെ രഹസ്യാന്വേഷണ വിഭാഗത്തിനെയൊക്കെ സജീവമാക്കി ഇന്നത്തെ ഈ തൂഫാൻ മുന്നോട്ട് കൊണ്ടുപോകാൻ നന്നായി ശ്രമിച്ചാൽ വിജയിക്കും എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ഏതാണ്ട് ഇപ്പോൾ സർക്കാരിൻ്റെ ഈ തൂഫാൻ പദ്ധതി വളരെ വിജയമായിട്ടുണ്ട്. അത് കണ്ടിന്യൂ ചെയ്യണം. അതിനുവേണ്ടി എല്ലാവരും സന്നദ്ധ സംഘടനകളും മാധ്യമങ്ങളും സജീവമായി രംഗത്തിറങ്ങുകയും ചൂണ്ടിക്കാണിക്കപ്പെടുന്ന അല്ലെങ്കിൽ കണ്ടെത്താൻ കഴിയുന്ന അത്തരം രഹസ്യങ്ങളെ നമ്മൾ പോലീസിന് മുമ്പിൽ എത്തിച്ചു കൊടുക്കുകയും ചെയ്താൽ തീർച്ചയായിട്ടും ഇപ്പോൾ നടപടി ഉണ്ടാവും. അത് മുന്നോട്ട് പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുക.